ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിളൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പകുതി പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു പൈനാപ്പിൾ പുഡിങ്ങിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചൈന ഗ്രാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ചൈന ഗ്രാസ് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ് ഇന്നിപ്പോൾ തയ്യാറാക്കുന്നത്. അതുപോലെ പൈനാപ്പിൾ ആണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വാഴക്കുളം പൈനാപ്പിൾ ഉണ്ടല്ലോ, അതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളാണ്. അതായത് കുറച്ചുകൂടെ നല്ല മധുരമൊക്കെയുള്ള നല്ലൊരു പൈനാപ്പിളാണ് അതൊക്കെ. അപ്പോൾ മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് കുറച്ചധികം പഞ്ചസാര ചേർക്കേണ്ടി വരുമെന്നുള്ളൂ. അപ്പോൾ ഈ പൈനാപ്പിൾ പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പുള്ള നമ്മുടെ ചൈന ഗ്രാസ് വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പിന്നെ ഈ പൈനാപ്പിൾ ഈ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ടിത് വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള പൈനാപ്പിളിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഊറി പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്തില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ചേർക്കാം, കസ്റ്റാർഡ് പൗഡർ. ഈ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ ഈ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള എല്ലാ റെസിപ്പികളും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ല പല റെസിപ്പികൾ, അതായത് ഫ്രൂട്ട് സാലഡൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, ഫ്രൂട്ട് കസ്റ്റാർഡ് അതുണ്ടാക്കിയെടുക്കാം. അതുപോലെ കുൽഫി, അങ്ങനെ എന്താ പറയുക, പിന്നെ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കില്ലേ, അതിനകത്തൊക്കെ ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഒരുപാട് ഇതിനകത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. 100 ഗ്രാമിന് 33 രൂപയായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഒരടുപ്പിൽ നമ്മുടെ പൈനാപ്പിൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട പൈനാപ്പിളിൽ നിന്നും വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ ആ വെന്ത് വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ അടുപ്പിൽ നമ്മുടെ പാല് തിളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് അങ്ങനെ കുറുകിയൊന്നും വരണ്ട കേട്ടോ. ഒന്ന് തിളച്ച് എന്താ പറയുക, ഒന്ന് ശരിക്കൊന്ന് തിളച്ച് ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നേച്ചാൽ മതി. ഒരുപാട് കുറുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പൈനാപ്പിൾ ആണെങ്കിലും നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ്, ഇത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേവിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. പിന്നീട് വേണം നമ്മൾ ഫ്ലെയിം കൂട്ടിയിടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. ഉണ്ടോ? അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പാല് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം പൈനാപ്പിൾ. അപ്പോൾ അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പുഡിംഗ് ട്രേയിൽ കുറച്ച് ബട്ടറൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടറിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഓയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ബ്രെഡും നമ്മൾ തയ്യാറാക്കിയ കസ്റ്റാർഡ് മിൽക്കിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഓരോ എല്ലാം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പിലുള്ള ബ്രെഡാണ് കേട്ടോ. നന്നായിട്ട് സോക്കാവാനായിട്ട് കുറച്ച് മുകളിലൂടെയൊക്കെ കുറച്ചുകൂടെ ഒന്ന്
ഒരു കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് ഇത് വിപ്പ് ചെയ്തെടുത്ത ക്രീമാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഭയങ്കരമായിട്ട് സ്റ്റിഫായി വന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കേക്കിന് ഉണ്ടാക്കില്ലേ, അപ്പോൾ അത്രയ്ക്കും കൂടെ സ്റ്റിഫ് ആവണമെന്നില്ല. അങ്ങനെ സ്റ്റിഫ് ആവാണ്ടിരിക്കണതാണ് കേട്ടോ ഇതിന് നല്ലത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. ഇനി ഇതിന് മുകളിലിട്ട് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ വലിയ കളറൊന്നുമില്ലാത്ത പൈനാപ്പിളൊക്കെ ആണെങ്കിൽ കുറച്ച് ഒന്നര മഞ്ഞപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കളർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ അകത്തോടെ നമുക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചൊരു കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനാണ് അതിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് ബ്രെഡ് ഫിൽ ചെയ്യാം. ഇനി ഈ ബ്രെഡിൻ്റെ മുകളിലിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ അതിന് മുകളിലിട്ട് ഒരു പൈനാപ്പിൾ, പിന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൈനാപ്പിൾ പുഡിങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലാണ് കേട്ടോ ശരിക്കും നല്ല പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാനൊരു 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേനും എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് സെറ്റായിട്ടുണ്ടാവില്ല, കുറച്ചൊരു ലൂസായിരിക്കും. എങ്കിലും നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലല്ലോ അപ്പോഴും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടെ, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നാളെ രാവിലെ 8 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.